പി.വി. അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള പരക്കം പാച്ചിലിന് ഒടുക്കം വന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ സജീവമായി വരുന്നത്. തൃണമൂൽ കോൺഗ്രസിലേക്ക് അദ്ദേഹം ചേക്കേറിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നിലമ്പൂരിൽ അദ്ദേഹം മത്സരിക്കില്ല എന്നും മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുന്നു. പകരം UDF നിർത്തുന്നത് ആരെയാണെങ്കിലും അദ്ദേഹത്തെ നിരുപാധികം പിന്തുണയ്ക്കുമെന്ന അദ്ദേഹത്തിന്റെ ഭാഗവും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് പി.വി. അൻവറിനെയോ മറ്റാരെയോ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കില്ല. UDFന് നിരുപാധികം പിന്തുണ നൽകും. UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അവരെ പിന്തുണയ്ക്കും. പക്ഷേ അത് ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നു. പിന്നീട് പിന്തുണയ്ക്കുമെന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ പി.വി. അൻവറിനെ സംബന്ധിച്ച് പി.വി. അൻവർ രാഷ്ട്രീയ കരുനീക്കം നടത്തിയതിലെ ഏറ്റവും സുപ്രധാനപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ UDFുമായി സമവായ ചർച്ചയ്ക്കൊടുവിൽ ഒരു പിന്തുണ നൽകാമെന്ന ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കുന്നു. ഇപ്പോൾ അവിടെ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ UDFനെ സംബന്ധിച്ച് പാലക്കാട് പോലെ വളരെ ശക്തമായ, അതായത് BJPയും കോൺഗ്രസും തമ്മിൽ പാലക്കാട് നടന്നതുപോലെ ശക്തമായ ഒരു പോരാട്ടം നടക്കുവാൻ സാധ്യത ഏറെയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അതിൻ്റെ പ്രധാന കാരണം പി.വി. അൻവർ തന്നെയാണ്. പി.വി. അൻവർ ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിൽക്കുന്ന സമയത്ത് 2021 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച VV പ്രകാശിനെതിരെ 2791 വോട്ടുകളുടെ വിജയമാണ് പി.വി. അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് നേടുവാൻ സാധിച്ചത്. അതായത് ആര്യാടൻ ഷൗക്കത്ത് നിലനിർത്തി പോന്നിരുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ അതൊരു ഇടതു മണ്ഡലമാക്കി മാറ്റിയ പി.വി. അൻവർ അത് ഇടതുപക്ഷത്തിൻ്റെ ശക്തിയോടുകൂടിയാണ് എന്ന ഇടതുപക്ഷം അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ആ നിലമ്പൂർ മണ്ഡലം നഷ്ടപ്പെട്ടു പോയാൽ നിലവിലുള്ള സീറ്റിൽ നിന്നൊന്ന് കുറയുമെന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും P. ശശിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഒക്കെ പി.വി. അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നും അത് ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നും ജനങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർ പി.വി. അൻവറിനൊപ്പമാണ് എന്നുമുള്ള വാദങ്ങൾക്ക് ശക്തി ഉണ്ടാകും. ആ ശക്തി വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയായി മാറും. അത് പിന്നീട് ഒരു UDF കുത്തക മണ്ഡലമായി വരെ മാറുവാനുള്ള സാധ്യതകളും ഏറെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ നടക്കുവാൻ പോകുന്നത്. ഇനി UDFനെ സംബന്ധിച്ച UDFിലേക്ക് വരുമ്പോൾ UDFന് നിലവിലുള്ള സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ അതിന് ബലം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ പറയുമ്പോഴും അതിന് തൊട്ടുമുമ്പ് നടക്കുവാൻ പോകുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുകയാണ് എങ്കിൽ ആ ഒരു തരംഗത്തിന് മങ്ങലുണ്ടാകുവാനുള്ള സാധ്യതയുമേറെയാണ്. അത്തരത്തിൽ വരുമ്പോൾ അത് ഒരു തിരിച്ചടിയായി മാറും. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷം മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര്, അതായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന സമ്പ്രദായത്തിന് വലിയ കരുത്താണ് നിലമ്പൂരിലുള്ളത്. അത്തരത്തിൽ വിജയം കൈവരിച്ചിട്ടുമുണ്ട് ഇടതുപക്ഷം. എന്നാൽ ഇക്കുറി ഇതൊരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് തന്നെ വിജയസാധ്യത ഏറെയുള്ള ഇടതുപക്ഷത്തിന്റെ കരുത്തനായ ഒരു സംസ്ഥാന നേതാവിനെ തന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരാമെന്ന തീരുമാനത്തിന്റെ പുറത്ത് നാട്ടുകാരൻ കൂടിയായ M. സ്വരാജിനെ കളത്തിലിറക്കുവാനുള്ള തീരുമാനം ഇടതുപക്ഷം സ്വീകരിക്കുമ്പോൾ പ്രധാനമായും 4 കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരാണ് മുൻപിലേക്ക് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് DCC അധ്യക്ഷനായ മലപ്പുറത്തിന്റെ DCC അധ്യക്ഷനായ VS ജോയിയുടെ പേരാണ്. VS ജോയിയുടെ പേര് പി.വി. അൻവർ മുൻപോട്ട് വെച്ചിരുന്നു. VS ജോയി ആണ് എങ്കിൽ പൂർണ്ണമായ പിന്തുണ 10,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി VS ജോയിയെ നിലമ്പൂരിൽ വിജയിപ്പിച്ചെടുക്കുമെന്ന് പി.വി. അൻവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ VS ജോയിയുടെ സാധ്യത വളരെയേറെയാണ്. ഒന്നാം നിരയിൽ തന്നെ VS ജോയിയുടെ പേരുണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പേരായി മുൻനിരയിൽ നിൽക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരാണ്. അതായത് ആര്യാടൻ വിരുദ്ധ കൂട്ടവും അതുപോലെ ആര്യാടനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടവും ഒക്കെ നിലമ്പൂരിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിനുള്ള അകൽച്ച നീക്കം ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ ചേർത്ത് നിർത്തി ആ പടലപ്പിണക്കങ്ങൾ നീക്കുവാൻ കഴിഞ്ഞ ഒരു അവസരം കൂടിയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേര് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിനും പ്രാധാന്യമേറെയുണ്ട്. അദ്ദേഹമാണ് സാധ്യതാ പട്ടികയിൽ മുൻനിരയിലുള്ള 2ാമത്തെ നേതാവ്. മറ്റൊന്ന്, എല്ലാ കടുത്ത പോരാട്ടങ്ങളിലും കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന ഏറ്റവും സുപ്രധാനമായ പേര്, നിലവിൽ കോൺഗ്രസിൽ അങ്ങനെ സജീവമായ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത K. മുരളീധരൻ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും സുപ്രധാനമായ നേതാവ്,
തുറുപ്പ് ചീട്ടെന്ന് വരെ പറയുവാൻ കഴിയുന്ന കെ മുരളീധരന്റെ പേര് ഇവിടെയും മുൻപോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വട്ടിയൂർക്കാവിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകിക്കൊണ്ട് വട്ടിയൂർക്കാവിൽ വമ്പൻ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കെ മുരളീധരനെ സംബന്ധിച്ച അവിടെ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന കെ മുരളീധരനെ സംബന്ധിച്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് എടുത്ത അതേ തീരുമാനം തന്നെ നിലമ്പൂരിലും അദ്ദേഹം എടുക്കുവാനുള്ള സാധ്യത ഏറെയാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി കെ മുരളീധരന്റെ പേര് പറഞ്ഞപ്പോൾ കെ മുരളീധരൻ മത്സരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പറയാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ BJPയും കോൺഗ്രസും തമ്മിൽ പാലക്കാട് നടന്ന ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒരുപക്ഷെ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നിലമ്പൂരിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ചിലപ്പോൾ കെ മുരളീധരൻ കൈകൊടുക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ കഴിയില്ല. എന്നിരുന്നാലും കെ മുരളീധരൻ നിലവിലത്തെ സാധ്യതയിൽ ചെറിയ മങ്ങലുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കില്ല എന്നുകൂടി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് VT ബൽറാമിന്റെ പേരാണ്. തൃത്താലയിൽ പരാജയപ്പെട്ടു പോയ VT ബൽറാമിനെ സംബന്ധിച്ച് തൃത്താലയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട് എങ്കിൽ പോലും യുവാക്കളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന വിദ്യാസമ്പന്നനായ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന യുവനേതാവായ VT ബൽറാമിനെ കളത്തിലിറക്കി M സ്വരാജിനെ പോലെ ഒരു യുവനേതാവിനെയും നിയമസഭയ്ക്കുള്ളിൽ പടപൊരുതി പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന കരുത്തനായ നേതാവ് VT ബൽറാമാണ് എന്ന കോൺഗ്രസിന്റെ ഒരു നിരീക്ഷണം കൂടി സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ 4 നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി VT ബൽറാം മാറുന്നു. അങ്ങനെ വരുമ്പോൾ സാധ്യതാ പട്ടികയിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും കരുത്താർന്ന നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പട്ടികയിലെ നേതാക്കന്മാരിൽ ഏറ്റവും ആദ്യം DCC അധ്യക്ഷനായ VS ജോയിയുടെ പേര്, മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര്, മറ്റൊന്ന് കോൺഗ്രസിന്റെ കാലത്തെ മികച്ച മുതിർന്ന നേതാവായ കെ മുരളീധരന്റെ പേര്, മറ്റൊന്ന് യുവ നേതാവായ യുവമുഖമായ VT ബൽറാമിന്റെ പേര് എന്ന രീതിയിലേക്കാണ് സാധ്യതാ പട്ടികകൾ മുൻപോട്ട് വരുന്നത്.